ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ വന്നിട്ട് നമ്മുടെ ക്രിസ്മസിൻ്റെ പിറ്റേന്നുള്ള വിശേഷങ്ങളാണ് കേട്ടോ. പപ്പയ്ക്കിടാൻ വേണ്ടിയിട്ട് ക്രിസ്മസിന് ഷർട്ടൊക്കെ എടുത്ത് തയ്ക്കാൻ കൊടുത്തിട്ടുണ്ടായിരുന്നേ. പക്ഷേ തിരക്ക് കാരണം ക്രിസ്മസിൻ്റെ അന്ന് കിട്ടിയിട്ടില്ല കേട്ടോ. അങ്ങനെ പിറ്റേന്ന് രാവിലെ പോയി മേടിച്ചിട്ടൊക്കെ വന്നതെന്ന് സംസാരിക്കുവാണേ. പപ്പയ്ക്ക് സാധാരണ ഷർട്ടൊക്കെ ഞങ്ങളാണ് കേട്ടോ എടുക്കാറ്. പക്ഷേ ഞങ്ങൾ അങ്ങനെ അത്രയ്ക്ക് ഇഷ്ടപ്പെടില്ല, പിന്നെ കുറേ കുറ്റം പറയും. അതുകൊണ്ട് തന്നെ ഇപ്രാവശ്യം പപ്പ തന്നെ പോയി എടുത്തോ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പോയി മേടിച്ചിട്ട് വന്നതാണ് കേട്ടോ. അങ്ങനെ വന്ന് നിന്നിട്ട് കുറേ ഡയലോഗ് അടിക്കുന്നുണ്ടേ. അങ്ങനെ സംസാരവും കഴിഞ്ഞ് കുളിച്ചിട്ട് അങ്ങനെ ഇരിക്കുമ്പോൾ കുഞ്ഞമ്മ വന്നിട്ടുണ്ടായിരുന്നേ. ഇത് കിച്ചുവിൻ്റെ അമ്മയാണ് കേട്ടോ. അപ്പോൾ കുഞ്ഞമ്മ ഇങ്ങനെ ലൈറ്റ് കാണാനൊക്കെ പോയിട്ട് ഐറയ്ക്കൊരു ബാഗും സ്ലൈഡൊക്കെ മേടിച്ചിട്ട് വന്നതാണ്. ഇനിയുള്ള വിശേഷങ്ങളൊക്കെ നമുക്ക് കാണാം. മുന്നേ പറയും കേട്ടോ, ഞാൻ ചെറുതിലായിരുന്നപ്പോഴേ കുഞ്ഞമ്മയായിട്ട് 3-ാം നാളെ ഒരിക്കലും ചേരില്ല എന്ന് കുഞ്ഞമ്മ ഓരോന്ന് പറഞ്ഞ് എന്നെ ഇങ്ങനെ ഇളക്കിക്കൊണ്ടേയിരിക്കും. അതുപോലെ തന്നെയാന്ന് തോന്നുന്നു കേട്ടോ ഇപ്പോഴും ഐറയായിട്ടും. ഞാൻ വീട്ടിൽ പോയിട്ട് വരാം. അമ്മാമ്മ വീട്ടിൽ പോയിട്ട് വരാം. പിന്നെ നിന്റെ ബാഗ് ഇതാ, ഞാൻ ബാഗ് കൊണ്ട് കൊടുക്കട്ടെ. ബാഗ് ഇവിടെ കാണിക്കാൻ വന്നതാ, അമ്മാമ്മയെ കാണിക്കാൻ വന്നത് ബാഗ്. അയ്യോ പോയല്ല. പോന്നാ ആരാ അങ്ങോട്ട് പോണാ? ഓടിപ്പോ കൊണ്ടുവരണം ബാഗ്. വന്നിട്ട് കൊടുക്കണേ കേട്ടോ, ഉമ്മ കൊടുക്കണേ. ഇല്ലെന്ന് ബാഗൊക്കെ വാങ്ങിച്ചല്ല. ക്രിസ്മസ് അപ്പൂപ്പനെ വാങ്ങി തന്നില്ലേ സാൻഡേ? ഇപ്പൊ എന്തൊക്കെയാണ് പൂവ്, ബാഗ്. ഓ, ഇവളാ തൊപ്പിക്ക് മാച്ച്, തൊപ്പിയും ബാഗും. ക്രിസ്മസ് അത്രയും ഏറെക്കാണ്. അങ്ങനെ ഇറക്കി ബാഗൊക്കെ കൊടുത്തിട്ട് കുഞ്ഞമ്മ വീണ്ടും പോയിട്ട് കുഞ്ഞമ്മയുടെ ബാഗ് എടുത്തിട്ട് വന്നിട്ടോ കാണിക്കാൻ വേണ്ടി. ചെറിയ ബൈബിൾ കുറച്ചുകൂടെ ഇറക്കി ഇടണം കുഞ്ഞമ്മ. 250 രൂപ. ആദ്യമൊക്കെ 350 രൂപ. ഒരുപാട് റേറ്റ് ഇടരുത് കേട്ടോ. ഇതിനേക്കാളും വില കുറച്ച് കിട്ടുമായിരിക്കും ലാസ്റ്റ് അവസാനം. മറ്റേ വലിയ ബാഗ് ഉണ്ട്, അത് 250 രൂപ. വലിയ ബാഗ് ഉണ്ട്. ശരി, ഉമ്മോട് ചെല്ലപ്പോ. ഉമ്മോട് ബാഗ് ഇഷ്ടപ്പെട്ടായിരാ? നട ഇവിടെ കൂടെ നോക്കിട്ട് സാറില്ല, വേറെ ഡ്രസ്സിന് ചേരുന്നുണ്ട്. സൂപ്പർ. അങ്ങനെ രാത്രി ആയപ്പോഴത്തേക്ക് ഞങ്ങളും ഇങ്ങനെ ലൈറ്റൊക്കെ കാണാൻ വേണ്ടിയിട്ട് പോവുകയാണ് കേട്ടോ. ഞങ്ങളുടെ വീട്ടിൻ്റെ കുറച്ചടുത്താണ് കേട്ടോ അമരവിള ചർച്ച്. അപ്പോൾ അവിടെ അടിപൊളിയായിട്ടൊക്കെ ലൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ട് പോകാൻ വേണ്ടി റെഡിയായി നിൽക്കുവാണേ. ബൈക്ക് നമ്മൾ ഇവിടെയാണ് കേട്ടോ വെച്ചേക്കുന്നത്. ഞങ്ങളിപ്പോൾ കണ്ണൂരായതുകൊണ്ട് തന്നെ, സ്ഥിരമായതുകൊണ്ട് തന്നെ ഇവിടെ ഇങ്ങനെ വണ്ടി എടുക്കാതെ വെച്ചിരിക്കുന്നതുകൊണ്ട് അതിൻ്റെ ബാറ്ററി വീക്ക് ഓഫായി അങ്ങനെ കംപ്ലൈൻ്റ് ആയിട്ട് ഇരിക്കുവാണ് കേട്ടോ. അപ്പോൾ പുറത്ത് പോകുമ്പോഴല്ല ഇപ്പം പപ്പയുടെ ചെറിയ സ്കൂട്ടി എടുത്തിട്ടാണ് കേട്ടോ പോവാറ്. അങ്ങനെ പപ്പ കടയിൽ നിന്ന് വരാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്തിട്ടെന്ന് അങ്ങനെ ഞങ്ങൾ പോവുക കേട്ടോ. ഇവിടെ എത്തിയത്, ലൈറ്റ് എത്തിയത്. അമ്മ എവിടെ പോന്നെ? ആരാധനയ്ക്ക് പെട്രോൾ അടിക്കാൻ തിരിച്ചു വരുമ്പോ അടിക്കാൻ വെച്ചാ പോരെ. അങ്ങനെ ഞങ്ങൾ നേരെ അമരവിള ചർച്ചിലെത്തി കേട്ടോ. പുറത്തെല്ലാം നല്ല തിരക്കുണ്ടേ. ഇവിടെ പാസ്സൊന്നുമില്ല കേട്ടോ കയറാൻ വേണ്ടിയിട്ട്. റോഡ് സൈഡാണെങ്കിൽ 2 സൈഡ് ഫുള്ള് ഭയങ്കരമായിട്ട് അടിപൊളിയായിട്ട് ലൈറ്റൊക്കെ ചെയ്ത് ഡെക്കറേഷനൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ വാങ്ങാനൊക്കെ ഒരുപാട് സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഇനി ഇവിടുത്തെ വിശേഷങ്ങളിലോട്ട് നമുക്ക് നേരെ പോവാം. ചർച്ചിൽ ചെയ്തിരിക്കുന്ന ലൈറ്റാണെങ്കിൽ ഒരു രക്ഷയില്ല കേട്ടോ, അടിപൊളിയാണ്. അങ്ങനെ കുറേ സമയം അത് തന്നെ നോക്കി നിന്ന് കേട്ടോ. നമ്മളുള്ളിലോട്ട് കയറി വരുന്ന ഭാഗത്തുള്ള ഡെക്കറേഷനൊക്കെ നല്ല അടിപൊളിയാണ് കേട്ടോ. പിന്നെ അത്യാവശ്യം നല്ല തിരക്കും ഉണ്ട്. പിന്നെ അകത്തിങ്ങനെ ഓരോ അനൗൺസ്മെൻ്റൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ, ഇങ്ങനെ ടിക്കറ്റ് കൂപ്പണിൻ്റെ സംഭവങ്ങളും അങ്ങനെയൊക്കെ. പിന്നെ അവിടുത്തെ മരങ്ങളും ബാക്കി സംഭവങ്ങളും ഒക്കെ ഒരുപാട് അടിപൊളിയായിട്ട് നല്ല ഡെക്കറേഷനാണ് കേട്ടോ ചെയ്തിരിക്കുന്നത്. ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ
പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. എങ്ങനെയുണ്ട് സുബ്ര? പിന്നെ ലൈറ്റുള്ള ഭാഗങ്ങളിലും കുറച്ച് ഡെക്കറേഷൻ സംഭവങ്ങളൊക്കെ ഉള്ള ഭാഗങ്ങളിലൊക്കെ നിന്ന് ഐറയുടെയും എൻ്റെയും കുറേ സെൽഫിയും കാര്യങ്ങളൊക്കെ എടുത്ത് കേട്ടോ. ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. മറ്റ് അവസാനത്തിൽ കൊണ്ട് നടക്കണമേ. ഇവിടെ കടന്നു വന്ന് ഈ പ്രോഗ്രാമിൽ പങ്കുചേരുന്ന എല്ലാ ദൈവമക്കൾക്കായും സ്തോത്രം. ഇന്ന് ഇവിടുത്തെ അവസാനത്തെ ദിവസം ആയതുകൊണ്ട് തന്നെ അവസാനത്തെ ഇങ്ങനത്തെ സമ്മേളനം അങ്ങനത്തെ സംഭവങ്ങളൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ, പ്രസംഗവും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. അങ്ങനെ ലൈറ്റൊക്കെ ഒരുവിധം ഇങ്ങനെ ചുറ്റിക്കറങ്ങി കണ്ടിട്ട് നേരെ ഒരു വാട്ടർഫോൾ ഉണ്ടായിരുന്നു കേട്ടോ. കുറച്ച് സമയം അങ്ങനെ അവിടെ പോയി നിന്ന് കണ്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ പഠിച്ച സ്കൂളും ഇതാണ് കേട്ടോ. ഫസ്റ്റ് തൊട്ട് 4th സ്റ്റാൻഡേർഡ് വരെ ഈ അമരവള സ്കൂളിലാണ് കേട്ടോ പഠിച്ചത്. അങ്ങനെ അത് കണ്ട് നൊസ്റ്റാൾജിയൊക്കെ അടിച്ചിങ്ങനെ സംസാരിച്ച് നിൽക്കുമായിരുന്നേ. നമ്മുടെ പ്രിയങ്കരിയായ നമ്മുടെ സഭാംഗമായ മെമ്പർ ചായക്കോളം കൗൺസിലറായിട്ടുള്ള ശ്രീ അജിയാണ് ഒരു അനുഗ്രഹമായി തീരാൻ എന്നതിന് യാതൊരു നാളുകളിൽ ടീച്ചറിന്റെ ദൈവം അധികമായിട്ട് ശക്തീകരിക്കട്ടെ. ടീച്ചറിന്റെ പ്രവർത്തനങ്ങൾ ഏറ്റവും മഹത്വകരമായി തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ട്. ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ചിവിടെ എത്തിയിരിക്കുന്ന പ്രിയ ജയചന്ദ്രൻ സാറിനെ വളരെ കുറേ ചെടികൾ സംഭവമൊക്കെ വിൽക്കാനുണ്ടായിരുന്നു കേട്ടോ. ഞാനിങ്ങനെ പൂക്കൾ കാണുമ്പോഴൊക്കെ ഇങ്ങനെ നോക്കുന്നുണ്ട്. പക്ഷേ എന്ത് വാങ്ങിയിട്ടും ഒരു പ്രയോജനമില്ല. വീട്ടിൽ നട്ട് കഴിഞ്ഞാൽ ഒന്നും ശരിക്കും നേരാവണ്ണം ഉണ്ടാകത്തില്ല കേട്ടോ. അടുത്ത് റബ്ബറൊക്കെ ആയതുകൊണ്ട് തന്നെ അങ്ങനെ പിടിച്ച് കിട്ടാൻ കുറച്ച് പാടാണ്. അതുകൊണ്ട് തന്നെ ചെടികളൊക്കെ നോക്കി നിന്നതല്ലാതെ ഒന്നും മേടിക്കാൻ പോയില്ല കേട്ടോ. പിന്നെ കുറച്ച് ഐറയ്ക്ക് ഇങ്ങനെ കണ്ണാടിയൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷേ എനിക്കിഷ്ടപ്പെട്ടത് ഷെറിച്ചിന് ഇഷ്ടപ്പെട്ടില്ല, ഷെറിച്ചിന് ഇഷ്ടപ്പെട്ടത് എനിക്കിഷ്ടപ്പെട്ടില്ല. അങ്ങനെ നമ്മൾ കണ്ണാടി വേണ്ടെന്ന് വെച്ചിട്ട് നേരെ കുട്ടികൾക്ക് കളിക്കാൻ വേണ്ടിയിട്ട് ഒരു സെക്ഷൻ തന്നെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നേരെ അങ്ങോട്ട് പോയി. ഇതൊക്കെ നോക്കി നിന്നതല്ലാതെ ഐറയെ ഒറ്റയ്ക്ക് അതിലോട്ടിങ്ങനെ കയറിപ്പോയിട്ട് ഇങ്ങനെ ചിറകി വരുന്ന ആ സംഭവത്തിൽ ഒറ്റയ്ക്ക് വിടാനൊരു പേടിയായിരുന്നു കേട്ടോ. അങ്ങനെ പക്ഷേ അവൾക്ക് അതിൽ കയറണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നേ. പക്ഷേ അവൾ ചെറുതായതുകൊണ്ട് തന്നെ അതിൽ കയറ്റാൻ പേടിയായിരുന്നു കേട്ടോ. പിന്നെ മറ്റേ ഈ തലകറങ്ങുന്ന സംഭവത്തിലാണെങ്കിൽ കയറിക്കഴിഞ്ഞാൽ പിന്നെ ചിലപ്പോൾ ശരിയായില്ലെങ്കിലോ എന്ന് വെച്ചിട്ട് കയറിയില്ല. നേരെ നമ്മൾ പിന്നെ ഗ്ലാസ് ഐറ്റംസൊക്കെ മേടിക്കുന്ന അങ്ങനത്തെ ഇതിൽ പോയി കുറച്ച് 4-5 ഗ്ലാസ്സൊക്കെ മേടിച്ചു കേട്ടോ. പിന്നെ നമ്മൾ ഇങ്ങനത്തെ സംഭവങ്ങൾക്കൊക്കെ പോകുമ്പോൾ ഐസ്ക്രീം ഇല്ലാതൊരു രക്ഷയില്ല കേട്ടോ. ആളതിന് വേണ്ടിയിട്ടാണ് വെയിറ്റ് ചെയ്ത് ഇത്രയും നേരം ഇരുന്നത്. നമ്മൾ അങ്ങോട്ട് പോകുമ്പോഴേ ഇങ്ങനെ നോക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ തിരിച്ച് വരുമ്പോൾ മേടിക്കാമെന്ന് പറഞ്ഞ് അങ്ങനെ പോയതാട്ടോ. അങ്ങനെ ഐറയ്ക്ക് ഐസ്ക്രീമും മേടിച്ചു. ഞങ്ങൾ നേരെ ഈ ചന മസാല മേടിച്ചു കേട്ടോ. നല്ല ടേസ്റ്റായിരുന്നു. പിന്നെ വീട്ടിലത്തേക്ക് ഒരു പാഴ്സൽ മേടിച്ചിട്ടാണ് കേട്ടോ വന്നത്. ഇവിടെ ഇത്ര പിള്ളേരുടെ പരിപാടിയാണ് കേട്ടോ. കുട്ടികളുടെ ഷൂ ഒക്കെ ഉണ്ടല്ലോ. അങ്ങനെ അതും കഴിച്ചിട്ട് നേരെ ഒരു ബാഗിൻ്റെ ഷോപ്പ് ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അതിലോട്ട് കയറി ആദ്യം കുറേ ഇങ്ങനെ ഐറയ്ക്കുള്ള കുറച്ച് ഷൂസ് ഇങ്ങനെയൊക്കെ നോക്കി. പിന്നെ കുഞ്ഞമ്മ ഇങ്ങനെ ബാഗൊക്കെ മേടിച്ചിട്ട് വന്നല്ലോ. അപ്പോൾ ആ സെക്ഷനിൽ നോക്കി അമ്മയ്ക്കൊരു ബാഗ് മേടിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ കുറേ ഇങ്ങനെ കറങ്ങി കേട്ടോ. വലുത് മേടിക്കണോ പിന്നെ ചെറുത് മേടിക്കണോ അങ്ങനത്തെ കുറച്ച് കൺഫ്യൂഷനൊക്കെ ആയിരുന്നു. അങ്ങനെ കുറേ നോക്കിയിട്ട് ലാസ്റ്റ് ഒരെണ്ണം സെലക്ട് ചെയ്തു. അങ്ങനെ അമ്മയ്ക്കൊരു ബാഗും പിന്നെ ഐറയ്ക്കൊരു വാച്ചും മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഐറയ്ക്ക് പിന്നെ ലൈറ്റൊക്കെ കത്തി പാട്ടൊക്കെ കേൾക്കുന്നൊരു വാച്ചാണ് കേട്ടോ മേടിച്ചേ. ഇത് മേടിച്ചത് പപ്പയ്ക്ക് വേണ്ടിയാണ് കേട്ടോ. പപ്പയ്ക്ക് വേറെ ഒന്നും വേണ്ട. ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ ആളാണ് കേട്ടോ.
ചില ലൈറ്റും സംഭവങ്ങളൊക്കെ കണ്ട് ഷോപ്പിങ്ങൊക്കെ കണ്ട് ഇറങ്ങിയിട്ട് ഞങ്ങൾ നേരെ പോകാൻ തുടങ്ങുമ്പോഴത്തേക്ക് നേരെ നമുക്ക് സർബത്ത് കിട്ടുമോയെന്ന് നോക്കാൻ വേണ്ടിയിട്ട് പോയതാണ് കേട്ടോ. 2-3 കടയിൽ കയറി നോക്കിയേ, പക്ഷെ ഒന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ പകൽ പോയാലേ കിട്ടത്തുള്ളൂ എന്ന് വെച്ചിട്ട് അങ്ങനെ ഞങ്ങൾ നേരെ തിരിച്ചു വന്ന കേട്ടോ. പക്ഷേ വരുന്ന വഴിക്ക് ഞങ്ങൾ ബോട്ടിലും കൂടെ മേടിച്ചിട്ടുണ്ടായിരുന്നേ. അതാണ് കേട്ടോ ഐറയുടെ കയ്യിലിരിക്കുന്നത്. 3 പീസായിട്ടുള്ളതാണ് കേട്ടോ. ഞങ്ങൾ ഏറ്റവും ചെറുതും അതിൻ്റെ കുറച്ച് അതിൻ്റെ അടുത്ത സൈസും അങ്ങനെ 2 മേടിച്ചിട്ടുണ്ടായിരുന്നേ. അങ്ങനെ ഷോപ്പിങ്ങൊക്കെ കഴിഞ്ഞ് രാത്രി ആയപ്പോഴത്തേക്ക് നേരെ വീട്ടിലെത്തി കേട്ടോ. ഒരു 10 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നേ വീട്ടിലെത്തിയപ്പോൾ. അപ്പോഴേക്കും അമ്മയും കൺവെൻഷൻ കഴിഞ്ഞ് എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അമ്മയ്ക്ക് ബാഗൊക്കെ കാണിച്ചു, അതും ഇഷ്ടമായി കേട്ടോ. അപ്പം നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഇത്രയൊക്കെയാണ്. നമ്മുടെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും എല്ലാവർക്കും ബൈ ബൈ.